ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാവരും കടയിൽ നിന്നല്ലേ പഴംപൊരി വാങ്ങുക. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണ പഴംപൊരി ഉണ്ടാക്കുക. അതെങ്ങനെയെന്ന് നോക്കാം. മൈദമാവാണിത്. ഞാനൊരു 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇച്ചിരി ഉപ്പിടാം. അരിപ്പൊടി ഇടാം. അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയാണ്. 1.5 സ്പൂൺ ഇടാം. 2 സ്പൂണ് പഞ്ചസാര ഇടാം. മധുരം തോന വേണമുള്ളവർക്ക് ഇനിയും പഞ്ചസാര ഇടാം. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി അപ്പസോഡ ഇടാം. ഇനിയിപ്പോൾ അപ്പസോഡ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം കൂടി വെക്കേണ്ടി വരും. 4-5 മണിക്കൂർ വെക്കേണ്ടി വരും. ഇനി നമുക്കിത് മിക്സാക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ വല്ലാതെ വെള്ളം ഒഴിക്കണ്ട, ഒരു പാകത്തിന്. കളറ് കിട്ടാനാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയ കളർ, അല്ലെങ്കിൽ പൊടി വെള്ള കളറിലിരിക്കുള്ളൂ. ഇതിനി പുളിച്ച് വരുമ്പോഴേ നമുക്ക് വെള്ളം മുക്കിയെടുക്കാനുള്ള പാകാവും. നല്ല അപ്പസോഡ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇച്ചിരി പുളിക്കാൻ വെച്ചാൽ മതി. 2-3 മണിക്കൂർ എടുത്ത് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെക്കുന്ന 4 മണിക്ക് തിന്നാൻ നേരത്ത് പൊരിക്കുമ്പോൾ നല്ല പുളിച്ച് നല്ല ഇതാവും. ഇനി നമുക്ക് ഇത് കലക്കി വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇനി ഇത് തുറന്ന് നോക്കാം. കളറൊക്കെ കറക്റ്റായിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഇത് വെള്ളം കുറവാണ്, നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കാം, ഒരു തുള്ളി. മതി. ഇത് പാകത്തിനേ പാടുള്ള. വെള്ളം കൂടുക പഴത്തിന് മാവ് പിടിക്കില്ല. വെള്ളം കുറഞ്ഞാൽ പഴം മൊത്തം മാവായിട്ട് വരും. അതുകൊണ്ട് ഒരു പാകത്തിന്, കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വരണം, കണ്ട. അപ്പോൾ ആ കമ്പിയിൽ കൊട്ടിയിരിക്കണതാണ്, അതേമാതിരി പഴത്തിന് കൊട്ടുക. ഇനി നമുക്ക് പഴം എടുത്ത് തോല് കളഞ്ഞ് അരിയാം. പഴം ഇന്നലെ വാങ്ങിയിട്ടേ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഇച്ചിരി കറുത്ത്, ഇച്ചിരി പഴുപ്പും കൂടിയിട്ടുണ്ട്. നല്ല പഴുത്തതാണ് ഈ പഴംപൊരി ഉണ്ടാക്കാൻ നല്ലത്. ഇനി പഴം നുറുക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പൊരിക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കാം. നമുക്ക് കത്തിക്കാം. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമുക്കിതിൽ മുക്കിയിട്ട് ഇടാം. അയ്യോ, പൊള്ളി ഒന്ന് നോക്കിയേ. നമുക്കിത് തിരിച്ചിട്ട് ഇടാം. നമുക്കിനി ഇത് എടുക്കാം. ആയിക്കണ്.
റെഡിയായി. ഇത് നല്ല സോഫ്റ്റുള്ള പഴംപൊരിയാണ്. ഇത് നോമ്പ് വരികയല്ലേ, നോമ്പിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം.